എൻ്റെ ഓരോ ദിവസം ആരംഭിക്കുന്നത് എൻ്റെ ഈ ചെടികളിൽ നിന്നാണ്. രാവിലെ എണീറ്റ് വന്ന് ഇവരൊക്കെ ഒന്ന് നോക്കി, ഇവരൊക്കെ ഒന്ന് നന്നായി കണ്ട്, ആ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാലാണ് ഞാനൊന്ന് എന്താ പറയുക ഒന്ന് ഉഷാറാവുക. എൻ്റെ മോർണിംഗ് വൈബൊക്കെ തന്നെയാണ് കേട്ടോ. എൻ്റെ ബോഗൺവില്ലൊക്കെ നല്ല ഭംഗിയായി വിരിഞ്ഞിട്ടുണ്ടല്ലേ, നല്ല ഭംഗിയായിട്ടൊരു 4-5 തരം കളറ് ബോഗൺവില്ല എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പല വെറൈറ്റീസ് ആയിട്ടുള്ളതായിട്ടും മഞ്ഞയായിട്ടും വെള്ളയും പിങ്കും അതുപോലെ പല കളറിലുള്ള ബോഗൺവില്ലയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ രാവിലെ ഇങ്ങനെ കണ്ണ് നിറച്ച് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞാൻ ഹാപ്പി ആയിട്ടുണ്ടായിരിക്കും. ഇന്നത്തെ ദിവസം തന്നെ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ മോർണിംഗ് റൊട്ടീൻ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ ഈ ബോഗൺവില്ലയും അതേപോലെ പച്ചക്കറികളും ഒക്കെയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടോ, ഇത് നല്ല ഭംഗിയുള്ളൊരു ലാവൻഡർ കളറാണ്. പിന്നെ ഒരു യെല്ലോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ബോഗൺവില്ല ഉണ്ട് കേട്ടോ. ഇത് രണ്ടും ഒരേ കളറിൽ ഒരേ വെറൈറ്റിയിൽ 2 കളറാണ്. പിന്നെ ഇത് ഞാൻ ജീരകം ഇല്ലേ, വലിയ ജീരകം ഉണ്ടല്ലോ, പെരുംജീരകം, അത് വിത്തിട്ട് മുളപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇത്രയായി. ഒരു 4 തൈ ഉണ്ട് കേട്ടോ. അതിനകത്ത് അത്യാവശ്യം നല്ല കരുത്തുള്ളൊരു തൈയാണ് ഇട്ടത്. ഞാനിതിന് മുന്നേ ഇതിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ചെറുപയറൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ വീട്ടിലുള്ള കൊക്കോ മരമാണ്. ഇതൊരു 2 വർഷമായിട്ടുള്ളൂ ഞാൻ നട്ടിട്ട്. പക്ഷേ ഈ വർഷം മുതൽ ഇതിങ്ങനെ നന്നായിട്ട് പൂവിടുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ പൂവ് പിടിക്കുന്നില്ല. കുഞ്ഞു മരമാണ്, എൻ്റെ ഹൈറ്റ് പോലും ഇല്ലാണ്ട് വണ്ണമൊന്നും വെച്ചിട്ടില്ല. പക്ഷേ തുടർച്ചയായി അതിങ്ങനെ പൂവിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരൊറ്റ പൂ പോലും പിടിക്കുന്നില്ല. അതിൽ ഭയങ്കര സങ്കടം കേട്ടോ. ഒരു പക്ഷേ സമയമാവാത്തത് കൊണ്ടായിരിക്കാം അത് പിടിക്കാത്തത്. എന്തായാലും പൂവിട്ടല്ലോ, അപ്പോൾ ആ ഒരു സമാധാനമുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരിക്കൽ നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. നല്ല ഭംഗിയുള്ള കുഞ്ഞു പൂവാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല. അതിനിടയിൽ അടുത്ത വീട്ടിലെ താത്ത മീൻ കൊണ്ടു തന്നിട്ട് നല്ല അയില, ഫ്രഷ് അയില അവരിങ്ങനെ കടലിൽ നിന്ന് പിടിച്ച്, ഹസ്ബൻഡിന് കടലിൽ പോയി മീൻ പിടിക്കുന്ന ജോലി ആയതുകൊണ്ട് തന്നെ അപ്പോൾ അവർക്ക് മീൻ കിട്ടുമ്പോൾ നമുക്ക് തരാറുണ്ട് കേട്ടോ. അപ്പോൾ ആ മീൻ കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് അതൊക്കെ അവിടെ ഇട്ടിട്ട് ആ വീഡിയോ എടുക്കുന്ന ഇടയിലൂടെ ഇതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അത് കൊണ്ടുപോയിട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ പുറകു വശത്തേക്ക് വന്നിട്ട് ഇവിടെയാണ് പച്ചക്കറികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒരു സാധാരണ ഉള്ള പച്ചമുളകാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വീട്ടിൽ പൊടിക്കാൻ കൊണ്ടുവന്ന മുളക് വിത്തിട്ടിട്ട് പൊടിപ്പിച്ചതാണ്. പക്ഷേ ഭയങ്കര സങ്കടമായ ഒരു കാര്യം ഇപ്പോൾ ഞാൻ കാണിക്കുന്ന കേട്ടോ. നിറയെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല നീളമുള്ള നല്ല ഭംഗിയുള്ള മുളകാണ്. പക്ഷേ കോഴി കയറിയിട്ട് കണ്ടോ അങ്ങ് ഒടിച്ച് വെച്ചിരിക്കുക. ഭയങ്കര സങ്കടമാണ്. ഇതിൻ്റെ അകത്ത് നിറയെ പൂവുണ്ടായിരുന്നു. ഒരുപാട് കായുണ്ട് കേട്ടോ. കണ്ടോ, നിറച്ച് കായകളുണ്ട്. അതേപോലെ ഇനിയും കുഞ്ഞു കുഞ്ഞു കായകൾ ഇങ്ങനെ വളർന്ന് വരുന്ന മുളകുകളുണ്ടായിരുന്നു. പൂവിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടം വന്നത് ഇങ്ങനെ മുറിഞ്ഞു കിടക്കുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് സ്നേഹത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് നശിച്ചു പോകുമ്പോൾ, കാണാതാവുമ്പോൾ, മുറിഞ്ഞു പോകുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സങ്കടമാണല്ലേ. ഇത് വേറൊരു തരം വെള്ള മുളകട്ടെ, വെള്ള കാന്താരിയാണ്. അതും കണ്ടില്ല, കോഴി കയറിയിട്ട് എല്ലാതും ചിക്കി മറിച്ച് എൻ്റെ കവറൊക്കെ പൊട്ടിച്ചടക്കിയിരിക്കുന്നുണ്ട്. ഒരുപാട് ചെടികളും അതേപോലെ എൻ്റെ മുളക് തൈകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്കൂളിലേക്ക് പോയി വരുമ്പോഴേക്കും ഇവരുടെ ഒരു കേന്ദ്രമാണ് ഇവിടെ. ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് ജിമിക്കി മുളകാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ കുറേ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചാനലിൽ പോയതിൻ്റെ ശേഷം എൻ്റെ വീഡിയോസ് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പുതിയ ചാനലാണല്ലോ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇതൊക്കെ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ നമ്മുടെ ജിമിക്കി മുളക് ഇങ്ങനെ വിത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിത്താകുന്നത് ഓരോരുത്തർ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മുടെ മുന്തിരിമുളക്, നല്ല എരിവുള്ള മുന്തിരിമുളകാണ്. അങ്ങനെ ഒരു 4-5 തരം മുളകുണ്ട് കേട്ടോ. ഇതൊരു പാൽമുളകാണ്. ഇത് നല്ല എരിവുണ്ട്, അതുപോലെ തന്നെ ഒരു പാൽ എടുക്കാറില്ല കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എൻ്റെ പച്ചക്കറികളും എൻ്റെ ചെടികളും എൻ്റെ ഈ വിശേഷങ്ങളൊക്കെയാണ്. മുളകിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വീണ്ടും ഞാൻ വീഡിയോ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര സങ്കടമായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്ത് ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അപ്പോൾ വിത്ത് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയുക, കമൻറ്റിൽ വന്ന് പറയുകയാണെങ്കിൽ അയച്ചു തരാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ ഞാൻ അയച്ചു തരാം. വീണ്ടും പറയുന്നു, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.